സൈഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ നീക്കം രണ്ട് നിലയ്ക്ക് CPM-നും സർക്കാരിനും തിരിച്ചടിയാവുന്നുണ്ട്. ഒന്ന്, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് UDF-നകത്ത് വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ലീഗ് നേതാക്കൾ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മുനമ്പം വിഷയത്തിൽ UDF-നകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്ദേശം നൽകാൻ ഇന്ന് നേതാക്കൾക്ക് ഒരുമിച്ചുള്ള നീക്കത്തിലൂടെ സാധിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ട്, മുനമ്പത്തെ ഈ പട്ടിണി സമര പന്തലിൽ നേതാക്കളെല്ലാം എത്തി അതിന് പരിപൂർണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ്. ആ നിലക്ക് ക്രിസ്മസ് ദിനത്തിൽ ഈ വിഷയത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായി പോയ CPM-ന് ഇന്നത്തെ MV ഗോവിന്ദൻ്റെ ഒരു ഒറ്റ കരമടയ്ക്കാൻ കോടതിയിൽ തങ്ങൾ നീക്കമെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികരണം കൊണ്ട് മാത്രം ഇന്നത്തെ ഈ പ്രതിപക്ഷ നീക്കത്തെ പ്രതിരോധിക്കാൻ, ടാക്കിൾ ചെയ്യാൻ കഴിയുമോ? മറ്റെന്തെല്ലാം നീക്കങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം? മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നത് ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് മാത്രം നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നടക്കുന്ന വിഷയമല്ല അത്. അതൊരു രാഷ്ട്രീയ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായ പ്രശ്നം കൂടിയാണ് സൈഫുദ്ദീൻ. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് ഏതാണ്ട് 100 വർഷം മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ്. വിവിധ രാജകുടുംബത്തിൽ നിന്ന് വിവിധ ഗുജറാത്ത് സ്വദേശിയായ ഒരാൾക്ക് കൈമാറി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി കൈമാറി, അതിനുശേഷം അത് ഫറൂഖ് കോളേജിന് കൈമാറുന്നു. ഫറൂഖ് കോളേജ് അവിടെയുള്ള ആൾക്കാർക്ക് വിൽക്കുന്നു. അതിനുശേഷം അവർ കരമടച്ച് തുടങ്ങുന്നു. കരമടയ്ക്കുന്നതിനെതിരെ വഖഫ് രംഗത്ത് വരുന്നു. കോടതി അത് തടയുന്നു. അങ്ങനെ വലിയ നൂലാമാലകൾ, നിയമത്തിൻ്റെ വലിയ നൂലാമാലകൾ ഇതിനകത്തുണ്ട്. ആ നൂലാമാലകൾ പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുന്നുണ്ട് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്ന്. 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കാരണം കോടതിയുടെ മുന്നിലുള്ള പ്രശ്നമാണ്. കോടതിയാണ് ആദ്യം ഇതിനകത്ത് കരം അടയ്ക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ അനുമതി നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി തന്നെ രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ തീരുമാനം എടുക്കുന്നത് ഈ ഭൂമി ആരുടേത്, അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ ഭൂമി ആരുടേത്, ആർക്കാണ് അതിൻ്റെ അവകാശം, ഇപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് അവകാശമുണ്ടോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക. അവിടെയുള്ള ആൾക്കാർക്ക് കരമടയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അതിനുള്ള ശുപാർശ നിങ്ങൾ കൈമാറുക. അതാണ് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലേക്ക് സംസ്ഥാന സർക്കാർ വെച്ചിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്, പരിഗണനാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. 3 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 3 മാസം കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെയും അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിക്കുകയോ ശുപാർശ കൈമാറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ചരിത്രം. എന്തായാലും ഒരു തീരുമാനം അതായിരുന്നു. രണ്ടാമത്തെ തീരുമാനമായി വരുന്നത് ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർക്ക് കരമടയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്, ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയോട് സംസ്ഥാന സർക്കാർ പറയാൻ പോകുന്നത്, ഇപ്പോൾ 1-2 AG അടക്കമുള്ളവരുടെ, അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവരുടെ ഒരു ഡ്രാഫ്റ്റ്, നിയമപരമായിട്ടുള്ളൊരു ഡ്രാഫ്റ്റ് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ പറയാൻ പോകുന്നത്, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചിട്ടുണ്ട്, അത് 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കും, അതുവരെ അവർക്ക് കരമടിക്കാനുള്ള അവസരം കൊടുക്കുക, അതിനുശേഷം ഇതിൻ്റെ ഭൂമിയുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനിക്കുക, എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനാണല്ലോ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഭൂമിക്ക് കരമടയ്ക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് തന്നെ MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് CPM ആദ്യം ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ നേരിട്ട് അതിനകത്തൊരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത്. പ്രതിപക്ഷം ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ UDF-നകത്തൊരു ഭിന്നത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. വഖഫ് ഭൂമി അല്ലയോ എന്ന തരത്തിലുള്ള വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന തോന്നലാണ് ഇന്നത്തെ ഈ നേതാക്കന്മാരുടെ ഒരുമിച്ചുള്ള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനൊപ്പം തന്നെ മുൻപത്തെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതെ അവർക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ന കാര്യം, അതാണ് ഞങ്ങൾ പരിശോധിക്കുന്നതെന്ന് നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായും നിയമപരമായും ടാക്കിൾ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കാൻ പോകുന്നത്, അവർക്ക് ഈ അവിടെ ഉള്ള താമസക്കാർക്ക് 816ഓളം കുടുംബങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്, അവർക്ക് അവിടെ കരമടയ്ക്കാനുള്ള അവകാശം കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഒരു വാദം കോടതിക്ക് മുന്നിലേക്ക് വെക്കും. കോടതിയാണ് അതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എന്നാൽ കോടതിക്ക് മുന്നിൽ ശക്തമായ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർക്ക് കരമടയ്ക്കാനുള്ള അവസരം ഒരുക്കി സമരത്തിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ CPM-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സൈഫുദ്ദീൻ.
ശരി, എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്ത് പ്രതിപക്ഷ നേതാവ് എത്തി അവിടെ ഐക്യദാർഢ്യം ഈ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യവും പിന്തുണയും നൽകുന്നു. അതേസമയം രാവിലെ ലത്തീൻ സഭ ബിഷപ്പിനെ നേരിൽ കണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായ സന്ദേശം നൽകുന്നു. ആ നിലയ്ക്ക് ക്രിസ്മസ് ദിനത്തിൽ മുനമ്പം വിഷയത്തിൽ കൃത്യമായ ഇടപെടലിലൂടെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതും ഒപ്പം അതിന് രാഷ്ട്രീയമായി നേരിടാൻ സർക്കാരും CPM ശ്രമിക്കുന്നതുമാണ് ഇതുവരെ ഈ ക്രിസ്മസ് പകലിൽ നമ്മൾ കണ്ടത്. ഇനി എന്തെല്ലാം അനുരണനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്.